പുറത്ത് ഐസ് മഴ ചിണുങ്ങി ചിണുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് അധികമായില്ല. പക്ഷേ അകത്തത് ചിണുങ്ങൽ തുടങ്ങിയിട്ട് കുറച്ചധികമായിട്ടോ. ഐസ് മഴ തീർന്നാലും ഇത് നിലക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ പിന്നെ ടാക്കോസ് ഉണ്ടാക്കിയേക്കാം. ഇതൊരു മെക്സിക്കൻ വിഭവമാണ്. ടോർട്ടില എന്ന് എഴുതി വെച്ചിട്ട് ടോർട്ടിയ എന്ന് വായിക്കുന്ന ഒരു ചപ്പാത്തി കോണിൻ്റെയോ വീറ്റിൻ്റെയോ ഒക്കെ ആണത്രേ. ലെമൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗ്രൗണ്ട് ബീഫും ടൊമാറ്റോസും ലെറ്റസും അനിയൻസും ചീസും ആഡ് ചെയ്യുന്നു. ബീഫ് സീസണിങ് ചെയ്യുമ്പോൾ എന്ത് മസാല വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ റെഡിമെയ്ഡ് ടാക്കോ മസാല കിട്ടും. ഞാൻ നമ്മുടെ സാധാരണ മസാലകൾ തന്നെയാണ് ആഡ് ചെയ്തത്. ഇത്തിരി കുമിൻ പൗഡർ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി കൊത്തിയരിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്താൽ മതി. പെർഫെക്റ്റ്. സാധാരണഗതിയിൽ ഏതൊരു വിഭവവും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ പരിഷ്കാരങ്ങൾ സ്വാഭാവികം. ഇവന്മാർ കുറച്ച് സോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോസ് ഇല്ലാതെ ഒരു കളിയുമില്ല അമേരിക്കക്കാർക്ക്. പക്ഷേ ടോർട്ടിലയെ എന്തിനാ ടോർട്ടിയ എന്ന് പറയുന്നത്? സ്പെല്ല് ചെയ്യാൻ അല്ലെങ്കിൽ സാൽമണിലെ എന്തിനാണാവോ എഴുതി വെച്ചിരിക്കുന്നത്? ഐസ്ലൻഡിനെ ഐലൻഡ് എന്നും പറയുന്നു. ഇനി സ്പെല്ലിംഗ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? അതോ ഡിക്റ്റേഷന് ഫുൾ മാർക്ക് വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ബൈ ദ വേ, രണ്ട് രീതിയിലും ടോർട്ടിയ ഉപയോഗിക്കാം കേട്ടോ. സോഫ്റ്റ് രീതിയിലും ഫ്രൈ അല്ലെങ്കിൽ ബേക്ക്ഡ് ആയിട്ടുള്ള ക്രിസ്പി പരുവത്തിലും.